എൻ്റെ പേര് അനു തോമസ്. ഞാൻ കുവൈറ്റിൽ നേഴ്സാണ്. ഇവിടെ എൻ്റെ കുവൈറ്റിൽ ജോലി പോയിരുന്നു. അതിൻ്റെ ഭയങ്കര വിഷമത്തിലും ടെൻഷനിലും ആയിരുന്ന സമയത്താണ് എൻ്റെ റൂമിലുള്ള ഒരു ചേച്ചി എനിക്ക് ഷിജ ബ്രദറിൻ്റെ നമ്പർ തന്നത്. ഞാൻ ബ്രദറിനെ വിളിച്ചു സംസാരിച്ചു. ബ്രദർ എനിക്ക് സങ്കീർത്തനം 91 അധ്യായം ഒരു ജപമാലയും കുരുക്കഴുക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ രാവിലെ മാഡംസിനെ കാണാനായിട്ട് പോകുമ്പോൾ സങ്കീർത്തനം 121 അധ്യായം വായിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അതുപോലെ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം 45 അധ്യായം 2 വാക്യം, ഞാൻ നിനക്ക് മുൻപേ പോയി പർവ്വതങ്ങൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന ആ വചനം 33 തവണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു വചനവും ബ്രദർ എനിക്ക് തന്നിരുന്നു. ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 27 വാക്യം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനം, അത് 33 തവണ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ടെർമിനേഷൻ ക്യാൻസൽ ആവുകയും എൻ്റെ ജോലി തിരിച്ചെടുക്കുകയും ചെയ്തു. എൻ്റെ ഈ സങ്കടാവസ്ഥയിൽ എന്നെ സഹായിച്ച നിയോഗ മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഷിജ ബ്രദറിനും ഞാൻ നന്ദി പറയുന്നു.